ഹായ്, നമ്മളിന്നവിടെ സി-ടെറ്റ് പേപ്പർ 2 മാത്സില് മെൻസുറേഷൻ എന്ന് പറഞ്ഞ സെക്ഷനില് 2 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. എ ക്യൂബ് ഹാസ് എ വോളിയം 125 സെന്റിമീറ്റർ ക്യൂബ് ആൻഡ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ഇറ്റ്സ് വൺ ഫേസ് ഈസ്. നമുക്ക് ഇവിടെ ഒരു ഫേസിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ വോളിയം 125 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം, ഒരു ക്യൂബ് ആയിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ? അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ആയ കാരണം നമുക്ക് ഓരോ സൈഡിനും ഒരു സൈഡിന് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റു സൈഡും ഈക്വൽ ആയ കാരണം നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് എഴുതാം, വോളിയം ഓഫ് ക്യൂബിൻ്റെ ഫോർമുല എന്താ? വോളിയം ഓഫ് ക്യൂബിന്റെ ഫോർമുല എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. വോളിയം വി ഈക്വൽ ടു എ ക്യൂബ്. അപ്പൊ നമുക്കിവിടെ വോളിയം തന്നിട്ടുണ്ട് 125 ആണ് ഇവിടെ വോളിയം തന്നിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ എ ക്യൂബ്. അപ്പൊ നമുക്ക് ഇനി എന്താ കാണേണ്ടത്? നമുക്കിവിടെ സൈഡ് കാണണം, എ എന്താന്ന് കാണണം. അപ്പൊ എ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 125 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് 5 ആയിട്ട് കിട്ടും. എങ്ങനെ 5 എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ടില്ലല്ലോ ആർക്കും. 5 കിട്ടിയത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 125. അങ്ങനെയാണ് നമുക്ക് സൈഡ് എ ഈക്വൽ ടു 5 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഏരിയ ഓഫ് ഇറ്റ്സ് വൺ ഫേസ്. ഒരു ക്യൂബിന്റെ ഒരു ഫേസിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഏരിയ ഈക്വൽ ടു എ ഇൻറ്റു എ. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ്, രണ്ട് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 5 ഇൻറ്റു 5. അപ്പൊ നമുക്ക് ഉത്തരം 25 എന്ന് കിട്ടും. 25 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് എ സെന്റിമീറ്റർ സ്ക്വയർ and the length is 1 centimeter. Its perimeter in centimeter is. നമുക്ക് ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ആണ്, ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഇനി പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏരിയ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതാം. ഏരിയ തന്നിട്ടുണ്ട് എ. ഇനി ലെങ്ത് ഈക്വൽ ടു എൽ. ബ്രെഡ്ത്ത് തന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം, ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഏരിയ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ബ്രെഡ്ത്ത് ആണ് നമുക്കറിയാത്തത്. അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇവിടെ തന്നിട്ടുള്ളത് എ ബൈ എൽ. ഇതാണ് ബ്രെഡ്ത്ത്. ഇനി നമുക്ക് പെരിമീറ്ററോടെ കണ്ടുപിടിക്കണം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി. അപ്പൊ പെരിമീറ്റർ ഈക്വൽ ടു നമുക്ക് ബ്രെഡ്ത്തിന്റെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ പ്ലസ് എ ബൈ എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2L പ്ലസ് 2A ബൈ എൽ.